എല്ലാ ദുരന്തങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സന്തത സഹചാരിയാണ് റയോ. അത് നമുക്കറിയാം. കേരള ബ്ലാസ്റ്റേഴ്സിന് മുൻപ് റയോസ് കിറ്റ് ആൻഡ് മർജന്റൈസ് പാർട്ണറായി വന്ന സമയത്തും നമ്മൾ വലിയൊരു ദുരന്തം തന്നെയാണ് അഭിമുഖീകരിച്ചത്. ബക്കാരി കോനെ, കോസ്റ്റാന മുൻസി തുടങ്ങിയ വമ്പന്മാരെ അണിനിരത്തിയിട്ടും എതിരാളികളെല്ലാം കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഷഡ്ജം കീറിയ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കിറ്റ് ആൻഡ് മർച്ചന്റൈസ് സ്പോൺസർ ഇതേ റയോർ ആയിരുന്നു. ഇപ്പം ദാണ്ട ഈ ഒരു സീസണിലും റയോർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മർച്ചന്റൈസ് പാർട്ണറായി വന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് അട്ടപടലം തേഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് 3 സീസണിൽ പ്ലേ ഓഫിൽ വന്ന ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ പ്ലേ ഓഫ് കാണാതെ പുറത്തായി പോയിന്റ് പട്ടികയുടെ അടിവാരത്തേക്ക് കൂപ്പുകുത്തിയ കാഴ്ച നമ്മൾ കണ്ടു. ഏതായാലും റയോറുമായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സീസണിലെ പാർട്ണർഷിപ്പ് അവസാനിക്കുകയാണ്. അടുത്ത സീസണിൽ പുതിയ പാർട്ണേഴ്സ് ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പം ചിലപ്പം നല്ലത് വരുമായിരിക്കും. ദുരന്തങ്ങളിൽ പങ്കാളിയായിരുന്ന ഒരുത്തൻ കൂടെ വിട്ടു പോകുമ്പോൾ പുതിയൊരു പങ്കാളി വരുമ്പോൾ നന്നാവോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. ഏതായാലും കുറച്ച് ദിവസം മുമ്പ് വന്നൊരു അപ്ഡേറ്റ് ആണ്, ഞാനത് ചെയ്യാതിരുന്നതാണ്. അപ്പം ഇന്ന് ആദർശ് എന്ന് പറയുന്നൊരു ബ്രോ എൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം റയോറും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള പാർട്ണർഷിപ്പ് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇനി പുതിയ പാർട്ണേഴ്സ് വരുമോ, ഇത് ഇവന്മാർ തന്നെ പുതിയ പാർട്ണേഴ്സ് ആയിട്ട് വരുമോ എന്നൊക്കെ അറിയാം. ഏതായാലും നിലവിൽ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് റിയോറും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ബന്ധം ഈ ഒരു സീസണിലേക്ക് അവസാനിപ്പിക്കുകയാണ്.